ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന 24 ന്യൂസിൻ്റെ ഒരു അവതാരകനെതിരെ സാർ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ ഷോ നടത്തുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി സംസാരിക്കും. പക്ഷെ അതിനുശേഷം ആരുമായിട്ടൊരു വ്യക്തിപരമായ അകൽച്ച ഉണ്ടാവാതിരിക്കാനായിട്ട് അദ്ദേഹം പുറകെ നടക്കുകയും അവരോട് സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹാഷ്മി താജ് ഇബ്രാഹിമിന് ഇതൊരു ഷോയാണ്. ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് പരമാവധി ഗോകുലം ഗോപാലിന് പരമാവധി വ്യൂവർഷിപ്പും പരമാവധി വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തീവ്രവും ആഴത്തിലുമാണ് അയാൾ ഇവിടുത്തെ ഭരണകൂടത്തിനെയും CPM-നെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇയാൾക്കൊരു ഷോ ആയിരുന്നു. ക്രിമിനൽ കോൺസ്പിറസിയും വധശ്രമവും അപ്പം സ്വാഭാവികമായും അത്ര ശക്തമായിട്ടുള്ള വകുപ്പുകൾ എടുത്ത് ഒരു മാധ്യമ പ്രവർത്തകയെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പകരമായി ഹാഷ്മി താജ് ഇബ്രാഹിം മാന്യത ഉള്ളവനായിരുന്നെങ്കിൽ ഇത് ഈ വടി തന്നെയാണ് അവനെ അടിക്കാൻ ഉപയോഗിക്കേണ്ടത്. നമുക്ക് അവനെക്കുറിച്ചിട്ടുള്ള ബഹുമാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വിമർശനം ഉന്നയിക്കുന്നത്. ഇനി നാളെയെങ്കിലും അവൻ ഇതുപോലുള്ള വൃത്തികേട് കാണിക്കാതിരിക്കും. ആ ചെക്കനൊക്കെ കുറച്ച് ഒച്ചപ്പാടും ബഹളമാണ്, അല്ലാതെ അതിനകത്തൊന്നും സ്റ്റഫില്ല, ഒരുപാട് അറിവില്ല. അത് നേരത്തെ ഒരിക്കൽ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിലപാടുകൾ അയാൾ പറഞ്ഞു, ഓക്കെ, വ്യക്തിപരമായ ഒരു അകൽച്ച വേണ്ടാന്ന് പുള്ളി തീരുമാനിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ വാദം. അല്ല രതീഷ, ഞാൻ ചോദിക്കുന്നത് ഈ നിലപാടുകളും വ്യക്തിപരവും തമ്മിൽ എങ്ങനെ രണ്ടാവുന്നത്? ഈ രണ്ടു മുഖം കാണിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒന്നാകുന്നതിൻ്റെ ചില ആന്തരിക ലക്ഷണങ്ങളായിട്ട് മാത്രമേ എനിക്ക് അതിനെ കാണാൻ കഴിയത്തുള്ളൂ. KM ഷാജഹാൻ സാറുമായിട്ടുള്ള സംവാദ പരിപാടി വൈബ്രന്റ് വ്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാറേ, കഴിഞ്ഞ ദിവസം സാർ ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ എനിക്ക് വലിയ വിമർശനമുണ്ട്. അത് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന 24 ന്യൂസിൻ്റെ ഒരു അവതാരകനെതിരെ സാർ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷെ അത് അദ്ദേഹം അതിനു മുമ്പ് ഒരു ബിഹൈൻഡ് വുഡ്സ് ഐസ് എന്ന് പറയുന്ന ഒരു ചാനലിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം ആ ഷോ നടത്തുമ്പോൾ, അതൊരു തീർച്ചയായിട്ടും ഒരു ഷോയാണ്, ആ ഷോ നടത്തുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി സംസാരിക്കും. പക്ഷെ അതിനുശേഷം ആരുമായിട്ടൊരു വ്യക്തിപരമായ അകൽച്ച ഉണ്ടാവാതിരിക്കാനായിട്ട് അദ്ദേഹം പുറകെ നടക്കുകയും അവരോട് സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ സാറ് വിമർശിച്ച ഷോയിൽ അത് എൻ്റെ വിശ്വാസം ഇപ്പോഴും ഹാഷ്മി താജ് ഇബ്രാഹിം അത്തരത്തിലുള്ളൊരു ഡയലോഗ് പറയരുതായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയക്കാരൻ വിളിച്ച് എന്നോട് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയാണ്, സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിങ്ങൾ ഒരുപാട് തവണ വിളിച്ചിട്ടില്ലേ? അപ്പോൾ ആ രഹസ്യമായിട്ട് വിളിച്ച, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു സ്വകാര്യമായ ഒരു സംഭാഷണം, അത് ഞാൻ പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായി. സാർ പറഞ്ഞു ഒരു കാര്യം കറക്റ്റാണ്, കാരണം അരുൺകുമാർ അടപടലം തകർന്നു വീണോടെ. പക്ഷെ അങ്ങനെ തകർന്ന് വീണിട്ട് പോലും ഞാൻ പറയുന്നത്, അതിനുശേഷം അദ്ദേഹം ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയും ഞാൻ പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ പറഞ്ഞു പോയതാണ് വിനീത വിജിയുടെ, അതായത് സഹപ്രവർത്തക ആളുകൾ സൈബർ ലിഞ്ചിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് വികാരം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അത് സാർ അത്രമാത്രം വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സംശയമുണ്ട്. രതീഷ്, അതിൽ നമുക്ക് രതീഷ് പറഞ്ഞ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ആദ്യമായിട്ട് എന്താ രതീഷ് പറഞ്ഞത്? ആദ്യമായിട്ട് രതീഷ് പറഞ്ഞത് ഇതൊരു ഷോയാണ്. ഷോ എന്ന് പറഞ്ഞാൽ SHOW ഷോ. അവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെയുള്ള പ്രശ്നം, രതീഷിന് ഇതൊരു ഷോയാണ്, പക്ഷെ എനിക്കിതൊരു ഷോയല്ല. മനസ്സിലായില്ലേ? ഞാൻ ഷോ ആയിട്ടല്ല ഇവരുടെ ഈ അന്തിച്ചർച്ച ഞാൻ കാണുന്ന ഷോ ആയിട്ടല്ല, ഞാൻ വളരെ ഗൗരവമായിട്ടായിരുന്നു കാണുന്നത്. അപ്പം അത് സംബന്ധിച്ച് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഒരു ആളെന്നെ വന്ന് പരിചയപ്പെടുത്തു. ഷാജഹാൻ സാറല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, സാറിന് BP-യോ കൊളസ്ട്രോളോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനൊന്നുമില്ല, പക്ഷെ സാറിൻ്റെ വീഡിയോ കാണുന്ന ഞങ്ങൾക്കതുണ്ടാവും. മനസ്സിലായില്ലേ? സാറിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ BP-യും കൊളസ്ട്രോളോ കൂടും, അതുകൊണ്ട് സാറ് ഇച്ചിരി കൂടെ ഒന്ന് സോഫ്റ്റ് ആയാൽ നന്നായിരുന്നു എന്ന് പറയും. അപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹാഷ്മി താജ് ഇബ്രാഹിമിന് ഇതൊരു ഷോയാണ്. ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് പരമാവധി ഗോകുലം ഗോപാലിന് പരമാവധി വ്യൂവർഷിപ്പും പരമാവധി വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഷോ അല്ല, ഇത് ഓരോ വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സീരിയസ് ആയി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹാഷ്മി താജ് ഇബ്രാഹിം. അത് നേരത്തെ നമ്മുടെ വേണു ബാലകൃഷ്ണനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ വേണു ബാലകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്. പക്ഷേ വേണു ബാലകൃഷ്ണൻ എങ്ങനെയോ ഇങ്ങനെ അങ്ങ് അന്തരീക്ഷത്തിലേക്ക് അങ്ങ് വിലയം പ്രാപിച്ചു പോയി. എൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നു. അല്ല, വേണുവിന് ഇത് ഇങ്ങനെ ചെയ്യണം, ആങ്കറിംഗ് ഒന്നും ചെയ്യണം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ബേസിക്കലി. എനിക്കറിയില്ല, ഇതിനകത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്തായാലും ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ
പിന്നെ അവതരണം കണ്ടിട്ട് എന്നെപ്പോലെ സീനിയറായിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ പോലും വളരെയധികം പല പ്രാവശ്യവും വളരെയധികം ആവേശഭരിതനായിട്ടുണ്ട്. ഞാൻ കാണാത്ത സമയത്തൊക്കെ തന്നെ എൻ്റെ ഭാര്യ എന്നെ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തരാം. അപ്പോൾ അതുപോലെ തീവ്രവും ആഴത്തിലുമാണ് അയാൾ ഇവിടുത്തെ ഭരണകൂടത്തിനെയും CPM-നെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇയാൾക്കൊരു ഷോ ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ നിന്ന് തന്നെ ഇയാൾ ഈ ഉരുപ്പടി എന്താണെന്നുള്ളത് വളരെ വ്യക്തമാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ അങ്ങ് വൈകാര്യമാക്കുക, വിജൃംഭിതരാക്കുക. നമ്മൾ കിടന്ന് കൈ കുട്ടുക, നമ്മൾ കിടന്ന് ചിലപ്പോൾ തുള്ളിച്ചാടുക, ചിലപ്പോൾ തലകുത്തി മറിയുക, ഇതൊക്കെ നമ്മൾ ചെയ്യും ഇയാളുടെ ഇത് കണ്ടിട്ട്. പക്ഷെ ഇയാൾക്കിത് ഷോയാണ്. ഷോ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? ഈ ഷോ എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഷോ നടത്തിയ എതിര് പറഞ്ഞ ആളെ വിളിക്കും. വിളിച്ചിട്ട് ക്ഷമിക്കണം കേട്ടോ എന്ന് മാത്രമല്ല അയാൾ എന്താ പറഞ്ഞെന്നറിയാവോ? പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കാം. ഒന്ന് ആലോചിച്ചോ. അല്ല, അത് CPM കൂടി നടക്കണം അല്ലേ? അപ്പം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ ചാനലിലൊക്കെ പോയിട്ട് CPM ഗവൺമെന്റിനെതിരെ വലിയ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ട് രാത്രി 12:48 ആകുമ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് ഞാൻ പറയാം അതിനപ്പുറത്ത് എന്ത് ഹിപ്പോക്രസിയാണുള്ളത്, എന്ത് ഹിപ്പോക്രസിയാണുള്ളത്. ഇനി ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും കൂടുതൽ വൈകാരികം ഞാൻ ആയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു അവതാരകൻ, ഒരു CPM നേതാവിനെ ഇതുപോലിട്ട് ചവച്ച് ഒരുമാതിരി ഈ വവ്വാലൊക്കെ ഈ നമ്മുടെ കശുമകൻ ചപ്പുകല്ലേ, ചപ്പിട്ടിങ്ങനെ വലിച്ചെറിയല്ലേ, അതിനേക്കാൾ ഭീകരമായി പോയി. സത്യം അതുപോലെ അതിനേക്കാൾ ഭീകരം. ഓ എൻ്റെ അമ്മോ, അരുൺകുമാറിനോടുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയാളെ ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തിലും കാണാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അയാളോട് അങ്ങ് ഉണ്ടായൊരു ബഹുമാനം എന്ന് പറയുന്നത്, കാരണം അയാൾ തുണിയും മറിച്ച് ഓടേണ്ടതായിരുന്നു ആ ചാനലിൽ. അതുപോലെ പറഞ്ഞിട്ട് കാര്യം ഏറ്റവും കൂടുതൽ പുച്ഛത്തിലുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അതിൽ അടിസ്ഥാനപരമായ ഇഷ്യൂ എന്തായിരുന്നറിയോ? ഈ 24 ന്യൂസിലെ ഈ സ്ത്രീയും ഈ ഷൂ എറിഞ്ഞവനും തമ്മിലുള്ള കോൾ റെക്കോർഡ്സ്, കോൺഫറൻസ് കോൾ, കോൺഫറൻസ് കോൾ റെക്കോർഡ്സ് മൊത്തം ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ വരിക. അത് തന്നെ ക്രിമിനൽ ഒഫൻസ് ആണ്. കോടതിയിൽ നിന്ന് എങ്ങനെയാണ് ഇയാൾക്ക് ഇത് കിട്ടുന്നത്? അത് ചോദിച്ച് കുറേ തർക്കമുണ്ടായി. ആ തർക്കത്തിൽ അയാൾ ഇച്ചിരി സ്വല്പം അഡ്വാൻറ്റേജിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ വിഷയം വരുന്നത്, തൃക്കാക്കര വിഷയം വരുന്നത്. ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ ആ തൃക്കാക്കര വിഷയം അയാൾ എതെടുത്തതാണ് ഏറ്റവും വലിയ വജ്രായുധം എന്നാണ് എൻ്റെ വാദം. കാരണം എല്ലാവരും ഇത് ചെയ്യുന്നതാണ്. ഇപ്പം പിന്നെ ഗവർണർ പിന്നെ ജനലാശയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും കറുത്തുകൂടി ഉയർത്തുന്നിടത്ത് മാധ്യമങ്ങൾ മുഴുവൻ ചെല്ലുന്നത് എങ്ങനെയാണ് രതീഷ്? നേരത്തെ മുൻകൂട്ടി പറഞ്ഞു. ഞാനും ഒരു പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ നീതി നടപ്പിലാക്കാൻ വേണ്ടി വന്ന് ആദ്യാവസാനം വാചകമടിക്കുന്ന ഈ KS അരുൺകുമാർ തന്നെ MLA ആക്കുമ്പോൾ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരുടെ കൈയും കാലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴല്ലേ ഉയർത്തേണ്ടത്. ആ പശ്ചാത്തലം എന്താ? ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വനിതയ്ക്കെതിരെ 120B-യും 308 എടുത്തിരിക്കുകയാണെന്ന്. ക്രിമിനൽ കോൺസ്പിറസിയും വധശ്രമവും. അപ്പൊ സ്വാഭാവികമായും അത്ര ശക്തമായിട്ടുള്ള വകുപ്പുകൾ എടുത്ത് ഒരു മാധ്യമ പ്രവർത്തകയെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പകരമായി ഹാഷ്മി താജ് ഇബ്രാഹിം മാന്യത ഉള്ളവനായിരുന്നെങ്കിൽ ഇത് ഈ വടി തന്നെയാണ് അവനെ അടിക്കാൻ ഉപയോഗിക്കേണ്ടത്. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടല്ല സ്ത്രീക്കെതിരെ ചെയ്തത്. അപ്പൊ അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചു, നമ്മളെല്ലാവരും കൈകൂട്ടി. എനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ 10-12 കിലോ ഉണ്ടായിരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനൊക്കെ ഇവിടെ കിടന്ന് ചിലപ്പോൾ തലകുത്തി മറിഞ്ഞാൽ ഇത് കണ്ടിട്ട് ആവേശം കൊണ്ടിട്ട് അത്രയ്ക്ക് ആവേശം കൊണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോഴേ ഈ ചെറുക്കനുണ്ടല്ലോ, മീശൻ താടിയൊക്കെ ഉള്ളവനാണെങ്കിലും ചെറുക്കനാണല്ലോ. ഈ ചെറുക്കൻ 12:48 ഫോൺ എടുത്തിട്ട് അവനെ വിളിച്ചിട്ട് പറയാ, സഖാവേ എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തു പോയതാ കേട്ടോ, എന്നോട് ക്ഷമിക്കണേ എന്ന് മാത്രമല്ല പാർട്ടിയിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അപ്പൊ എത്ര ഊച്ചാളിയാണ് ഇയാൾ. ഊച്ചാളി നികളവാക്കാൻ ഞാൻ പറഞ്ഞു, ഊച്ചാളി. നമ്മളെ അപ്പം അയാൾ എന്തുമാത്രം നമ്മളെയൊക്കെ അയാൾ വഞ്ചിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, രതീഷ് അയാളൊരു ചെറുപ്പക്കാരനല്ലേ?
അയാൾക്ക് എത്ര വയസ്സുണ്ടാവും? ഒരു 35 വയസ്സുണ്ടാവും അല്ലേ? അല്ലേ? നല്ല സ്മാർട്ടും നല്ല മജാനുഭാവവും നല്ല എന്തൊരു ആയത്ന ലളിതമായിട്ടാണ് അയാൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമരംഗത്ത് വലിയൊരു സത്യത്തിലുണ്ടല്ലോ. ഏറ്റവും വലിയ തമാശ ഞാനത് വീഡിയോയിൽ പറയുകയും ചെയ്തു. ഹാഷ്മി താജ് ഇബ്രാഹിമിനെ നമ്മൾ പിന്തുണയ്ക്കണം, നമ്മൾ അയാളോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് വെച്ചിരുന്നവനാണ് ഞാൻ. എടുത്ത് ചവിട്ടിയുടെ കളഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചെറുപ്പക്കാരൊക്കെ ഇത്രയും ഹിപ്പോക്രറ്റ്സ് ആകാൻ പോയാൽ ഈ എന്താണ് അവസ്ഥ? ചെറുപ്പക്കാർക്കാണല്ലോ ഈ പറഞ്ഞ പോലെ ഒരു സമര പോരാട്ട വീര്യം കൂടുതലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ വിശ്വാസം അർപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ ദൃശ്യമാധ്യമങ്ങളിൽ നല്ല പങ്കും ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ അരുൺകുമാറിനെ പോലുള്ളവന്മാരും ഈ നികേഷ് കുമാറിനെ പോലുള്ളവന്മാരും ഒക്കെ ഇവിടെ ഭരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഇരുട്ടിനിടയിൽ ഒരു വെളിച്ചെന്നും പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നൊരു പയ്യൻ ഇതുപോലത്തെ ഒരു ഹിപ്പോക്രാറ്റ് ആകുമ്പോൾ സ്വാഭാവികമായും ഇതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ? അത് അവനോട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടാണ്. പക്ഷേ ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കും. ഇപ്പം ഞാൻ തന്നെ ഏറ്റവും ശക്തമായി ചാനലിൽ പോയി സംസാരിക്കുന്ന ആളല്ലേ, എത്രയോ ശക്തമായി സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന ഞാൻ രാത്രി വന്നിട്ട് ഇതില് ഈ ഷാജഹാൻ സാർ ഉപയോഗിക്കുന്നതിലെ വാക്കുകളൊക്കെ തന്നെ വളരെ ഇതാണ്. കാരണം രാത്രിയുടെ അന്ത്യാവകളിൽ ഇയാള് ബാക്കിയുള്ളവരെ വിളിക്കും. 12:48 12:48. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നു. നിങ്ങൾ നാളെ നിങ്ങൾ അറിയാണ് ഈ ഷാജഹാൻ രാത്രി ഈ എതിർക്കുന്നവനെ വിളിച്ച് അവനായിട്ട് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലെങ്കിലും വിചാരിക്കില്ലടാ ഇവൻ എന്തൊരു ഊച്ചളിയ ഇവനെ ഞാൻ ഇങ്ങനെയാണോ കരുതിയിരുന്നത്, ഇങ്ങനെയാണോ ഇവനെന്ന് ചിന്തിക്കില്ല. അത് നല്ല ഭാഷയിൽ നമ്മൾ ആരെങ്കിലും പറയണ്ടേ? എന്നോട് സത്യം പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് പാണ്ഡ്യാല ഷാജി അറിയാലോ, പാണ്ഡ്യാല ഷാജി എത്ര ശക്തമായിട്ടാണ് വർത്താനം പറയുന്നത്. പിണറായി വിജയന്റെ വീട്ടിലേക്ക് മലകറിയണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു എൻ്റെ ഷാജി ഇങ്ങനെയൊക്കെ പറയും, കാരണം പിണറായി വിജയന്റെ വീടിന്റെ 100 മീറ്റർ അടുത്ത് താമസിക്കുന്നില്ല, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഷാജഹാൻ സാഹ എന്ന് ചോദിക്കും. ആ ഷാജി എന്നോട് വിളിച്ചിട്ടുണ്ട് ഷാജഹാൻ സാഹ ഐ സല്യൂട്ട് യു എന്ന് പറഞ്ഞു ഈ വീഡിയോ. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊരു ഒരു ഉഷാറ് ഉണ്ടാവുന്നത്, മനസ്സിലായി. പക്ഷെ ഇത് ചെയ്യുന്നത് എന്തുമാത്രം മനോവ്യഥ ഉണ്ടായിട്ടാണെന്ന് ഈ ചെറുക്കൻ അവന് ബോധം ഉണ്ടാവണ്ടേ? അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അവനെക്കുറിച്ചിട്ടുള്ള ബഹുമാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വിമർശനം ഉന്നയിക്കുന്നത്. ഇനി നാളെയെങ്കിലും അവൻ ഇതുപോലുള്ള വൃത്തികേട് കാണിക്കാതിരിക്കും. ഇനി ഇതെന്ത് സംഭവിച്ചു, ഇതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? അവനെതിരെ ഡിഫമേഷൻ കേസ് വന്നു. നിലനിൽക്കൂല്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ ഒരു ഡിഫമേഷൻ കേസ് വന്നില്ലേ. 2 ഇവന്റെ ഞാൻ പറഞ്ഞു ഇയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇയാളുടെ വിശ്വാസ്യത ഇതിലൂടെ പോകുന്നു മനസ്സിലാക്കേണ്ടത്. ഇയാളെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയും എടാ ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ വിശ്വാസ്യത ഇതിനകത്ത് പോവല്ലോ എന്ന് തോന്നുന്നതിന് പകരം ഇതൊരു ഷോ ആയിരുന്നു, ഷോ കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ബോധ നിലവാരം എന്താണ് രതീഷ്? ഇതല്ലേ നമ്മൾ അപ്പൊ അതിന്റെ ഒരു ബഹിർസ്ഫുരണം എന്നുള്ള നിലയിലാണ് ഈ നേരത്തെ തന്നെ ഈ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു വാചകം എന്ന് പറഞ്ഞാൽ ആ ചെക്കനൊക്കെ കുറച്ച് ഒച്ചപ്പാടും ബഹളമാണ്, അല്ലാതെ അതിനകത്തൊന്നും സ്റ്റഫില്ല, ഒരുപാട് അറിവില്ല എന്ന് നേരത്തെ ഒരിക്കൽ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല അതങ്ങനെ ഉണ്ടാവാം. ഞാൻ പറഞ്ഞത് ആ പയ്യനെ തന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. അപ്പോൾ മാതൃഭൂമി ചാനൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഇതൊരുമാതിരി ഒരു കെട്ടുകാഴ്ചയാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഒരു പക്ഷേ ഇനിയിപ്പോൾ വേണു അവിടെ ഈ പറഞ്ഞ പോലെ ആധിപത്യം വേണുണ്ടായിരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ താജ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ചെറുക്കൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല, ഇന്ന് ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ ശ്രദ്ധ കിട്ടുന്ന നിലയിലേക്ക് ഞാൻ അയാൾ സ്വന്തമായിട്ട് പറയുന്നതാണോ നോക്കി വായിക്കുന്നതാണെന്ന് എനിക്കറിയില്ല, അയാളെ എക്സ്റ്റംബറായിട്ട് പറയുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരുപാട് മാറ്റം ആ ചെറുപ്പക്കാരിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈ ഒറ്റയടിക്ക് കൊണ്ടുപോയി കളഞ്ഞില്ല, സ്വയം കൃതാനർത്ഥം എന്നല്ലാതെ. പക്ഷെ എൻ്റെ ചോദ്യം സാർ എവിടെയാണ്, നിലപാടുകൾ ഓക്കെ വ്യക്തിപരമല്ലല്ലോ. അപ്പൊ നിലപാടുകൾ അയാൾ പറഞ്ഞു, ഓക്കെ വ്യക്തിപരമായ ഒരു അകൽച്ച വേണ്ടാന്ന് പുള്ളി തീരുമാനിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ വാദം. അല്ല രതീഷ, ഞാൻ ചോദിക്കുന്നത് ഈ നിലപാടുകളും വ്യക്തിപരവും തമ്മിൽ എങ്ങനെ രണ്ടാവുന്നത്? അപ്പം ഞാൻ രതീഷിനോട് പറയണ്ട, രതീഷ് ഇത് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞ് ഞാൻ രതീഷിനോട് ഈ നമ്മുടെ ഇൻ്റർവ്യൂവിലെല്ലാം മറുപടി വായിച്ചു വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് രതീഷ് രതീഷ് അതെൻ്റെ നിലപാടായിരുന്നു കേട്ടോ, ഞാനതല്ല എന്ന് പറയുമ്പോഴത്തേക്കും പോയില്ലേ. രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ നിലപാടുകൾക്ക് വേണ്ടിയുള്ള നിലപാടുകളാണോ? അല്ലല്ലോ. അല്ല, രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ നമുക്കൊരു നിലപാട്, ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു. ഇന്ന് രാവിലെ എനിക്ക് ഇതുപോലെ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു വിഷ്വൽ ഞാൻ കണ്ടു. ഈ എ റഹീമും രാഹുൽ മാങ്കൂട്ടും കൂടെ ട്രെയിനിനകത്തിരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തമാശക്കാണെങ്കിൽ പോലും എനിക്കത് ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ തമാശക്കായിരിക്കും, എന്നാൽ പോലും എനിക്കത് ബുദ്ധിമുട്ടാണ്. ഞാൻ ചിലപ്പോൾ ഈ എ റഹീമിനെ കണ്ടാൽ ചിരിച്ചെന്നിരിക്കും, പക്ഷേ എ റഹീം ഞാനും കൂടെ ഇരുന്നുകൊണ്ട് ചിരിച്ചോണ്ടൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതിന് നിൽക്കത്തില്ല. അതൊരു പക്ഷേ എനിക്കറിയില്ല, എനിക്കൊന്ന് VS അച്യുതാനന്ദൻ്റെ ട്രെയിനിങ് എനിക്ക് കിട്ടിയോണ്ടായിരിക്കാതെ 2 മുഖം നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഈ 2 മുഖം കാണിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒന്നാകുന്നതിൻ്റെ ചില ആന്തരിക ലക്ഷണങ്ങളായിട്ട് മാത്രമേ എനിക്ക് അതിനെ കാണാൻ കഴിയത്തുള്ളൂ.
അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊരു കടുംപിടുത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആയിരിക്കാം പക്ഷേ ആ കടുംപിടുത്തത്തിനൊക്കെ ചില പ്രാധാന്യങ്ങളുണ്ട്. ആ കടുംപിടുത്തം ഇപ്പോൾ പോകുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ എല്ലാം ഒന്നായിട്ട് വരുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ? അതിൻ്റെ എല്ലാം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ്. നിങ്ങൾക്കിപ്പോൾ ഒന്നാകുന്നതിന് കുഴപ്പമില്ല. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഈ 24 ന്യൂസിൻ്റെ ലേഖികക്കെതിരെ കേസെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാമായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാർ വന്നിട്ട് അതിരൂക്ഷമായി പൊട്ടിത്തെറിച്ചു. പക്ഷെ ആ പൊട്ടിത്തെറിയിൽ പോലും ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞേക്കണത് പിണറായി വിജയൻ ഗവൺമെന്റിനോ അല്ലെങ്കിൽ അവരുടെ അനുമതിയോടുകൂടി കേസെടുത്തു എന്നുള്ള ആൾക്കല്ല, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഗവൺമെന്റിനെ കൂടി നാണം കെടുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. അല്ല, അതൊക്കെ 100% തെറ്റല്ലേ? ഈ ഗവൺമെന്റിനെതിരായി ഈ പോലീസ് സേനയിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ സ്വയം എന്തെങ്കിലും ചെയ്യുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ശ്രീകണ്ഠൻ നായർ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഇപ്പം ഞാൻ പറയും, ഇപ്പം കഴിഞ്ഞ ദിവസം പോലീസുകാരൻ കണ്ണൂരിലെ ഒരു MLA വിജിൽ എന്ന് പറഞ്ഞൊരു ഒരുത്തനുമായിട്ട് തർക്കിച്ചു. അതുപോലും സ്റ്റേജ് മാനേജറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം CPM ഭരിക്കുമ്പോഴും, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുമ്പോഴും, PCC പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒരു പോലീസുകാരനും അവന് CPMനെതിരെ ഒരു നിലപാട് എടുക്കാൻ പറ്റില്ല. അതൊക്കെ നല്ലപോലെ അറിയാവുന്ന ആളാണ് ശ്രീകണ്ഠൻ നായർ. പക്ഷെ ശ്രീകണ്ഠൻ നായരുടെ 4 അതിരുകൾക്കുള്ളിൽ നിന്ന് ശ്രീകണ്ഠൻ നായർക്ക് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ എന്നുള്ള ഒരു കളിയുണ്ടല്ലോ, ഈ കണ്ണാടിയിൽ ഇങ്ങനെ അടിച്ചിട്ട് സ്ക്വാഷ് എന്ന് പറഞ്ഞ പോലെ അതിനകത്തു നിന്നുള്ള കളിയെ ശ്രീകണ്ഠൻ നായർ, ഞാൻ പറഞ്ഞ ആ കളത്തിനകത്ത് നിന്ന് ശ്രീകണ്ഠൻ നായർക്ക് ഇങ്ങനെ ചാടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ ഇവർ ചാടുന്ന പോലെ, ഈ സർക്കസിന് ഈ ബഫൂൺസ് ഒക്കെ ചാടുന്ന പോലെ ആ ചാട്ടം ആണല്ലോ പുള്ളിയുടെ ഒരു ഹോൾമാർക്ക്. പുള്ളിക്ക് അങ്ങനെ ചാടി അങ്ങനെ പുള്ളി പറയാൻ പറ്റുള്ളൂ. ഈ വിജിന്റെ കേസിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാചകം, വിജിൻ 2 തവണ അവിടെ റിപ്പീറ്റ് ചെയ്തൊരു വാചകം, ആ പോലീസുകാരനോട് പറയുന്ന ഒരു കാര്യം, പിണറായി വിജയന് പോലീസിന് നാണക്കേട് ഉണ്ടാക്കരുത്, കാരണം പിണറായി വിജയൻ പോലീസുകാരനോട് ഭരിക്കുന്നതെന്നാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്തുതി പാഠകൻ ആയി മാറിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം MV ജയരാജനും പറഞ്ഞിട്ടുള്ള അങ്ങനെ സ്തുതി പാടുന്നതിൽ തെറ്റില്ല എന്നാണ്. അല്ല, അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ വിജിൽ പറഞ്ഞു പിണറായി വിജയൻ്റെ പോലീസാണ്. 2 ആഴ്ച മുമ്പ് വണ്ടിപ്പെരിയാറിലെ ഒരു ഏരിയ സെക്രട്ടറി ഒരുത്തൻ സാബു, അവൻ്റെ ഒരു പ്രസംഗം ഉണ്ടാകും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പച്ചയ്ക്ക് തെറി വിളിക്കുക, പച്ചത്തെറി എന്നുള്ള പച്ചത്തെറി. അതിനകത്ത് അവസാനം പറയുന്നത് ഇവിടെ പിണറായി വിജയൻ്റെ പോലീസാണ്, ഇവിടെ CPMൻ്റെ പോലീസാണ്. അത് തന്നെയാണ് ഇവനും പറയുന്നത്, ഈ വിജിൽ എന്ന് പറഞ്ഞ MLA പറയുന്നത്. അപ്പം CPMകാർക്ക് മുഴുവൻ കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താണ്? ഇത് നിങ്ങളുടെ പോലീസാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. മനസ്സിലായി? പിന്നെ ഇപ്പം EP ജയരാജൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം വേറെയാണ്. അത് പിണറായിക്കെതിരായിട്ടുള്ള രോഷം വർദ്ധിപ്പിക്കാനാണ് അയാളത് പറയുന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് കൃത്യമായ വിവരമുണ്ട്. ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. ഇപ്പം ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ഉടനടി വരികയാണ് EP ജയരാജൻ. ഇവനെ അറസ്റ്റ് ചെയ്ത ഉടനെ. അപ്പം എന്താണ്, പിണറായിക്കെതിരെ ഒരു 10 പ്രതിഷേധം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 100 പ്രതിഷേധമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇത് തന്നെയാണ് AK ബാലൻ. AK ബാലന്റെ കാര്യം, AK ബാലൻ ഒരു കാലൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരിക്കുക. പിന്നെ ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട അയാൾ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതിനെക്കുറിച്ചിട്ട് വിവരം ഉണ്ടെങ്കിൽ എന്തേ നിങ്ങൾ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പച്ചമലയാളം എന്താണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ പിണറായിനെതിരെ നടപടി എടുക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതിനകത്തൊക്കെയുള്ള പ്രശ്നം എന്താണെന്നറിയോ രതീഷ്? ഇവരൊക്കെ ഈ അധികാരത്തിൽ ഇരുന്നിരുന്ന് ഇതങ്ങോട്ട് പോയതോടുകൂടി ഇവരുടെ സമനില പോയിരിക്കുകയാണ്. അതിന് ഏറ്റവും വ്യക്തമായിട്ട് ഉദാഹരണമാണ് AK ബാലൻ. എത്രയോ പ്രസ്താവനകൾ അയാൾ കഴിഞ്ഞ കുറച്ച് നാളിനുള്ളിൽ ഇറക്കിയിരിക്കുന്നു. അപ്പം ഇതിങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനൊക്കെതിരെ വലിയ ചേണിങ് ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്നുണ്ട്. ആ ചേണിങ് പയ്യെ കത്തി മുകളിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും കേരളത്തിലൊരു ബംഗാൾ ആവർത്തിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിനകത്തേക്കാണ് ഇതെല്ലാം പോകുന്നത്. ഈ സ്തുതി പാഠനകാഠം, ഇയാൾക്കൊരു യൂട്യൂബ്, നമ്മളതെല്ലാം കൂടെ സംസാരിച്ചാൽ പിന്നെ സംസാരിക്കേണ്ടത്, യൂട്യൂബ് വീഡിയോ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റിലൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൾട്ടിമേറ്റ് എക്സ്പ്ലോഷനിലേക്കാണ്. ആ എക്സ്പ്ലോഷനിലേക്ക് ഇതെല്ലാം എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോയി അങ്ങ് അവസാനിക്കും എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയൂ.